ഒരു ചോദ്യോത്തര ഭംഗി. ഈ നാട്ടുകാർക്ക് എന്നെ കുറിച്ച് നല്ല മതിപ്പാ. PC ജോർജ് ആയിരുന്നെങ്കിൽ അയാൾ തോറ്റ് തിന്നാൻ പാടിയേനെ. ഇത്രയേ ഉള്ളൂ കാര്യം. PC ജോർജ് ആയിരുന്നെങ്കിൽ നമുക്ക് തലതല്ലി നല്ല രീതിക്ക് അങ്ങ് ചിരിച്ചാകാമായിരുന്നു. ഇത്രേ ഉള്ളൂ. തോറ്റു. ഇവിടെ PC ജോർജ് ഇവിടെ സ്ഥാനാർത്ഥി അല്ല. PC ജോർജ് തോറ്റു. ഒരു കുഴപ്പമില്ല, നല്ലതാ. BJP കാര് കാണിച്ച നല്ല പ്രവൃത്തിയാ. രാഘവൻ പറഞ്ഞത് വാസ്തവം. വെറും പന്നനാ, മനുഷ്യനെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാ. കൊള്ളത്തില്ല, വിജയിക്കത്തില്ല സാറേ. ഇവിടെ തിന്നാൻ രക്ഷപ്പെടത്തില്ല ഇനി. അത്ര ഒരു വർഗീയവാദിയാ. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. ഇവിടെ ഒട്ടും ഞാൻ കണ്ടവന് കയറി പറഞ്ഞേനെ, ഉറപ്പാ. എനിക്കൊരു തണ്ടിനും പേടിയില്ല. PC ജോർജ് സ്ഥാനാർത്ഥിയെങ്കിൽ BJPക്ക് കിട്ടേണ്ട വോട്ട് പോലും കിട്ടത്തില്ലായിരുന്നു. അത്രേ ഉള്ളൂ. എന്താ ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നത്? വേറെ ജോലി ഇല്ലേ? എന്തിനാ സാറേ കൊടുക്കുന്നത്? ചുമ്മാ ഇരിക്കുന്നിടം കുടിക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ പ്രയോജനമുണ്ട്? നമ്മുടെ ഉണ്ണിത്താൻ പറഞ്ഞു പോട്ട് പാട്ടാ. അതാരും എന്നാലും ജയിക്കത്തില്ല. ആരായാലും എനിക്ക് വാഴക്കയാ. ഈ പോയിന്റ് ഡെന്നിസ് നഷ്ടമായിപ്പോ, നല്ല നഷ്ടമായി. അതെയോ, പുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി എല്ലാത്തിനും ഒരു വ്യത്യാസമൊക്കെ വന്നേനെ. ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടാനുള്ള ഒരു വഴിയായിരുന്നു, പരിഹരിക്കുമായിരുന്നു, നല്ല രീതിയിൽ പരിഹരിക്കുമായിരുന്നു. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? കാരണം ഇപ്പോഴത്തെ ആ സാഹചര്യങ്ങളിൽ നിന്ന് പിടിച്ചു കയറാൻ പറ്റിയേനെ. നിന്ന് പുകഴ്ത്താതെ പണിക്ക് പോടാ പന്നി. PC ജോർജ് നല്ലതായിരുന്നു. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. PC ജോർജ് ആണെങ്കിൽ അവസരവാദി, വിഘടനവാദിയാ. ഓരോ മാറ്റത്തിനനുസരിച്ച് സംസാരിച്ചിരിക്കും. നാളെ BJP ആണെങ്കിൽ മറ്റന്നാളെ കോൺഗ്രസ്. അങ്ങനെ ഓരോ പ്രാവശ്യം മാറ്റി സംസാരം മാത്രമേ ഉള്ളൂ. എന്റെ മുമ്പ് തൂങ്ങിച്ചാൽ. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.